ഈ ഒരു സംഭവം ഇത് മുസ്ലിം ഇമാമത്തൻ്റെ സ്വഹീഹിൽ വിവരിച്ചിട്ടുള്ളതാണ്. തമീമദ്ദാരി എന്ന് പറയുന്ന ഒരു സ്വഹാബി ദജ്ജാലിനെ നേരിട്ട് കണ്ട സംഭവം. ഇത് വിശ്വാസികളുടെ ഇടയിൽ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള, ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് സ്വഹീഹിൽ വന്നിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ഹദീസിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ ഒരു ഹദീസ് പ്രകാരം ദജ്ജാൽ ഈ ഭൂമിയിൽ ഉണ്ട് എന്നാണ്. ഈ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്ന ഒരു ഭീകര സത്വമാണ്. അവൻ്റെ വലത് കണ്ണ് വികൃതമായിരിക്കും, അത് ചിലതിൽ ഇടത് കണ്ണാണ് എന്ന് പറയുന്നുണ്ട്. അവൻ്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാകും. അത് സത്യവിശ്വാസികൾക്ക് മാത്രം കാണാവുന്നൊരു തരത്തിലായിരിക്കും. ഇത്തരത്തിൽ മനുഷ്യന്മാർക്ക് പണി തരാൻ വേണ്ടി വരുന്ന ഒരു മുതലാണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. പ്രധാനമായും സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ ഒരു ഹദീസ് പ്രകാരം ദജ്ജാൽ ഈ ഒരു സമയത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയപ്പെടാത്ത ഏതോ ഒരു ദ്വീപിൽ ബന്ദിയാക്കപ്പെട്ട രീതിയിൽ അങ്ങനെ ഉണ്ട് എന്നാണ്. അറിയപ്പെടാത്ത ഏതോ ഒരു ദ്വീപിൽ ബന്ദിയാക്കപ്പെട്ട രീതിയിൽ അങ്ങനെ ഉണ്ട്. ഈ ഒരു ഹദീസ് വിവരിക്കുന്നത് ഫാത്തിമ ബിൻത് ഖൈസ് എന്ന സഹാബിയ സ്ത്രീയാണ്. ഇനി എന്താണ് ഈ ഹദീസ്? അവർ വിവരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ തെരുവിലൂടെ ഞങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വന്നു. ആളുകളെ പള്ളിയിലേക്ക് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ക്ഷണിക്കുന്ന ഒരു രീതി അങ്ങനെ ആയിരുന്നു അക്കാലത്ത്. അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഓടിപ്പോയി. ഇത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമസ്കാരത്തിനാണെങ്കിൽ ബാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനുണ്ടെങ്കിലാണ് ഈ രീതിയിൽ വിളിച്ച് വരുത്തുന്നത്. അങ്ങനെ ഫാത്തിമ ബിൻത് ഖൈസ് വിവരിക്കുകയാണ്. ഞാനങ്ങനെ തിടുക്കപ്പെട്ട് പള്ളിയിലേക്ക് ചെന്നു. റസൂലിൻ്റെ കൂടെ നിന്ന് നമസ്കരിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും മുന്നിലത്തെ വരിയിലാണ് ഉണ്ടായിരുന്നത്. പുരുഷന്മാരുടെ പുറകിലായിട്ട് സ്ത്രീകളുടെ വരിയിൽ ഞാൻ ഏറ്റവും മുന്നിലാണ് ഉണ്ടായിരുന്നത്. റസൂൽ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടു എന്ന് സമർത്ഥിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം റസൂൽ മിമ്പറിലേക്ക് കയറി അവിടെ ഇരുന്നു. പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ആരും പോകരുത് എന്ന് പറഞ്ഞു. നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്തിനാണ് എന്നറിയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമേ അറിയൂ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്താനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പകരം തമീമദ്ദാരി എന്നോട് പറഞ്ഞ ഒരു കാര്യം അത് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാനാണ്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. തമീമദ്ദാരി, ഈ തമീമദ്ദാരി ആരാണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച അപൂർവം ചില സ്വഹാബിമാരിലൊരാളാണ് തമീമദ്ദാരി. ഈ പാലസ്തീൻ്റെ ആ ഒരു പ്രദേശത്തു നിന്നുള്ള ഒരു ക്രിസ്തീയ പുരോഹിതനായിരുന്നു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഹിജ്റ 9-ാം വർഷത്തിലോ മറ്റോ. ഈ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇസ്ലാം മതം ആ സമയത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അതിൽപ്പെട്ട ഒരാളാണ് തമീമദ്ദാരി. റസൂൽ പറഞ്ഞു, തമീമദ്ദാരി എൻ്റെ അടുത്ത് വന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം എന്നോട് വിവരിച്ചു. ഈ തമീമദ്ദാരിയുടെ ഗോത്രക്കാർ, ആളുകൾ, അവർ കൂടുതലായിട്ട് കടൽ യാത്ര നടത്തിയിരുന്ന ആളുകളാണ്. ഈ ഖുറൈശികളുടെയും മദീനക്കാരുടെയും ഒന്നും പോലെയല്ല. ഖുറൈശികളൊന്നും ആ സമയത്ത് അധികമായിട്ട് കടൽ യാത്ര നടത്തിയിരുന്ന ആളുകളല്ല. മാത്രമല്ല, കടൽ യാത്ര അവർ പേടിച്ചിരുന്ന ആളുകളായിരുന്നു. തമീമദ്ദാരിയുടെ ഗോത്രക്കാർ അവർ കൂടുതലായിട്ട് കടൽ യാത്ര നടത്തിയിരുന്ന ആളുകളായിരുന്നു. അത്തരത്തിലൊരു പ്രാവശ്യം കടൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവം റസൂലിനോട് വിവരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തമീമദ്ദാരി ജുദാം ലോഗാം ഗോത്രക്കാരുടെ ഒപ്പം ഏതാണ്ട് 30 പേരടങ്ങുന്ന ഒരു സംഘം ഒരു സമുദ്രയാത്ര നടത്തുകയാണ്. ഈ ജുദാം ലോഗാം എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ ഗോത്രക്കാരാണ്. 30 പേരടങ്ങുന്ന ഒരു സംഘം ഇവർ സമുദ്രയാത്ര ചെയ്ത് പോവുകയാണ്. ഈ യാത്രയിൽ ഇവരൊരു കൊടുങ്കാറ്റിൽ അകപ്പെടുകയും അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം കടലിൽ ദിക്കറിയാതെ അങ്ങനെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1 മാസത്തോളം ഇവർ കടലിൽ കുടുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവർ കറങ്ങിത്തിരിഞ്ഞ് അറിയപ്പെടാത്ത ഏതോ ഒരു ദ്വീപിൻ്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തമീമദ്ദാരിയും കുറഞ്ഞ ആളുകളും
ഈ ദ്വീപിലേക്ക് കയറി ചെന്നു. അങ്ങനെ ആ ദ്വീപിൽ കയറിയപ്പോൾ അവിടെ വിചിത്രമായിട്ടുള്ള ഒരു ജീവിയെ കണ്ടു. സംസാരിക്കാൻ കഴിവുള്ള, ശരീരം മുഴുവൻ രോമങ്ങളുള്ള, മുൻഭേദ പിൻഭേദ എന്ന് തിരിച്ചറിയാത്ത വിധം വളരെയധികം രോമങ്ങളുള്ള ഒരു ജീവിയെ ഇവർ കണ്ടു. അൽ ജസാസ, വിചിത്രമായിട്ടുള്ള ഒരു ജീവി. ആ ജീവി ഇവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇവരെ കൂട്ടിക്കൊണ്ടൊരു ഗുഹാമുഖത്തേക്ക് പോയി. നിങ്ങളിൽ നിന്ന് കുറേ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ യജമാനൻ അവിടെ കാത്തു നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരവിടെ എത്തിയപ്പോൾ അവരൊരാളെ കണ്ടു. അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ മനുഷ്യനെ അവർ കണ്ടു. അയാൾ പൂർണ്ണമായും വലിയ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെ കണ്ടതും ആ മനുഷ്യൻ, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തി, ഇങ്ങനെ കടലിൽ അകപ്പെട്ട് ദിക്കറിയാതെ ഇവിടെ എത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. പിന്നീട് അയാൾ ഞങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ബൈസാനിലുള്ള ഈത്തപ്പഴ മരങ്ങൾ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഉണ്ട്, അതിലിപ്പോഴും ഈത്തപ്പഴം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, അത് അധികം വൈകാതെ നിലക്കും, അതിൽ പഴങ്ങൾ ഉണ്ടാവുന്നത് നിന്നു പോകും എന്ന് പറഞ്ഞു. പിന്നീട് തിബിരിയാസ് തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അത് അധികം വൈകാതെ വറ്റി വരണ്ടു പോകും എന്ന് പറഞ്ഞു. പിന്നീട് സുഗാർ ഉറവയിൽ ഇപ്പോഴും വെള്ളമുണ്ടോ, അത് ആളുകൾക്ക് കൃഷിക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതിൽ ധാരാളമായിട്ട് വെള്ളമുണ്ട്, അത് ആളുകൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ, അവിടെ അതുണ്ടോ ഇവിടെ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചോദിക്കും. ഇവരത് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇയാൾ അധികം വൈകാതെ അതൊക്കെ നിലച്ചു പോകും എന്ന് പറയും. പിന്നീട് അയാൾ ചോദിച്ചു, അറബികളുടെ ഇടയിൽ നിന്ന് നിരക്ഷരനായിട്ടുള്ള ഒരു പ്രവാചകൻ അവൻ വന്നോ എന്ന് ചോദിച്ചു. ഇവർ ഈ സമയത്ത് ക്രിസ്ത്യാനികളാണ്, പക്ഷേ റസൂലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നുണ്ട്. അവർ പറഞ്ഞു, വന്നു, അദ്ദേഹം ഇപ്പോൾ മക്ക വിട്ട് മദീനത്ത് വന്ന് താമസമുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ദജ്ജാൽ ചോദിച്ചു, അറബികൾ അവനോട് യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ചെയ്തു. ആര് വിജയിച്ചു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ചില സമയത്ത് അറബികൾ വിജയിച്ചു, ചില സമയത്ത് അവൻ വിജയിച്ചു എന്ന് പറഞ്ഞു. ദജ്ജാൽ പറഞ്ഞു, അവർക്ക് ഇത്തിരിയെങ്കിലും നന്മയുണ്ടെങ്കിൽ അവർ അവനെ പിൻപറ്റും എന്ന് പറഞ്ഞു. അവനെ പിൻപറ്റി അവർക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നീട് അവൻ പറഞ്ഞു, ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മസീഹാണ് എന്ന് പറഞ്ഞു. ഞാൻ മസീഹാണ് എന്ന് പറഞ്ഞു. അധികം വൈകാതെ തന്നെ എന്നെ വിട്ടയക്കപ്പെടും. അങ്ങനെ എന്നെ വിട്ടയച്ചാൽ 40 രാത്രികൾക്കുള്ളിൽ ഭൂമി മുഴുക്കെ ഞാൻ സഞ്ചരിക്കും എന്ന് പറഞ്ഞു. മക്കയും മദീനയും ഒഴികെ, കാരണം ആ സ്ഥലങ്ങൾ എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്, ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. അവിടം പ്രവേശിക്കാൻ ഞാൻ ശ്രമിച്ചാൽ മലക്കുകൾ എന്നെ തടയും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് റസൂൽ ആ സംഭവം പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിട്ട് സഹാബാക്കളോടായിട്ട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ ഈ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അവർ ഉണ്ട് എന്ന് സമ്മതിച്ചു. ഈ ഒരു ഹദീസ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ദജ്ജാലിനെ കണ്ട സ്വഹാബിയുടെ കഥ. പ്രസിദ്ധമായിട്ടുള്ള തമീമദ്ദാരിയുടെ ഹദീസ് ഫാത്തിമ ബിന്ത് ഖൈസ് വിവരിച്ചിട്ടുള്ളതാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്, സ്വഹീഹ് ഗണത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുന്നി പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. ഇനി ഈ ഒരു ഹദീസിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് ദജ്ജാലിനെ കുറിച്ച് പറയുന്ന മറ്റ് പല വിവരണങ്ങളോടും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ദജ്ജാലിനെ കുറിച്ച് പറയുന്നത് അവൻ അവസാന കാലത്ത് വരും എന്നാണ്. കുട്ടികളില്ലാത്ത ഒരു ദമ്പതിമാർക്ക് അവരുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും അവൻ ദജ്ജാലാണ് എന്ന് അവരറിയാതെ അവനെ വളർത്തുകയും ചെയ്യും എന്നാണ്. മാത്രമല്ല, ദജ്ജാൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തോ ഒരു സന്ദർഭം ഉണ്ടാവുകയും അങ്ങനെ പിന്നീട് ഇവൻ ദജ്ജാലായി മാറുകയും ചെയ്യും എന്നാണ്. ഇത് ഹഫ്സാബി വിവരിക്കുന്നൊരു ഹദീസാണ്. ഈ ഹദീസുകൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് തമീമദ്ദാരിയുടെ ദജ്ജാൽ വിവരണം. അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ദജ്ജാലാണെന്ന് സ്വയം അറിയുന്നു, അങ്ങനെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ആധുനിക യുഗത്തിലെ ചില പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ ഈ ഒരു ഹദീസ് സ്വഹീഹ് ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
റസൂല് മദീനക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഈ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഫാത്തിമ ബിന്ത് ഖൈസ് മാത്രം ഈ ഒരു ഹദീസ് വിവരിച്ച് കാണുന്നത്? വേറെ ആരും ഈ ഒരു ഹദീസ് വിവരിച്ച് കാണുന്നില്ല. ഈ ഒരു സംഭവം പൂർണ്ണമല്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു ഹദീസിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ ഇപ്പം എന്താ പറയുക? അപ്പോൾ അങ്ങനെ